ട്രോണിക്സ് ആപ്പ് എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം? നമ്മുടെ മെയിൻ കോമന്റിൽ വരുന്ന ചോദ്യമാണ് എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം. ഈ വീഡിയോ നമ്മൾ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാമെന്ന് കാണിക്കാം. പിന്നെ അതേപോലെ തന്നെ വേറെ കുറേ പേര് പറയുന്നുണ്ട് ബൂസ്റ്റ് ചെയ്താൽ മാത്രം നമുക്ക് വിഡ്രോയിൽ നടത്താൻ പറ്റുമെന്നുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇത് 1 GHz ഇത് ബൂസ്റ്റ് ചെയ്യാത്തതാണ്. ഇത് 12 GHz ഇത് ബൂസ്റ്റ് ചെയ്തതാണ്. ബൂസ്റ്റ് ചെയ്തതും ബൂസ്റ്റ് ചെയ്യാതെ ഇത് രണ്ടിൽ നിന്ന് നമ്മൾ വിഡ്രോയിൽ നടത്തി അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ രണ്ടിലും ബൈനാൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബൂസ്റ്റ് ചെയ്യാത്തതിൽ ഓൾസോ വിഡ്രോയിലായിട്ട് നമുക്ക് കോയിൻസ് കിട്ടിയിട്ടുണ്ട്. ബൂസ്റ്റ് ചെയ്തതിൽ ഓൾസോ നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് വിഡ്രോയിൽ നടത്തില്ല. ബൂസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന റിവാർഡ് കൂടുതലായതുകൊണ്ടാണ്. സോ ബൂസ്റ്റ് ചെയ്താലേ വിഡ്രോയിൽ ചെയ്യാൻ പറ്റും, ബൂസ്റ്റ് ചെയ്യാതെ വിഡ്രോയിൽ നടത്താൻ പറ്റില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അതൊക്കെ ആക്ച്വലി ഫേക്കാണ്. രണ്ടിൽ നിന്ന് നമുക്ക് വിഡ്രോയിൽ നടത്താൻ പറ്റും. അപ്പോൾ ട്രോണിക്സ് ആപ്പ് എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം? ഇത് ബൂസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ വേറെ കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയാനുണ്ട്. ഒരു 2016, 2017, 2018 ഈ ഒരു 3 ഇയറിന്റെ ഇടയിൽ BTC ബിറ്റ്സ്, BTC ഗ്ലോബൽ, BTC സ്പാർക്സ്, ഫോർസേജ് ഇതൊക്കെ പോലെ കുറേ അധികം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനീസ് വന്നിട്ടുണ്ടായിരുന്നു. ഇവർ ആക്ച്വലി ഇതേപോലെ നമ്മൾ ക്രിപ്റ്റോ കൊടുത്ത് ജോയിൻ ചെയ്യും, നമ്മൾ കൊടുത്തില്ലെങ്കിൽ കൂടുതൽ റിട്ടേൺസ് തരും. ആക്ച്വലി നമ്മുടെ ട്രോണിക്സ് ആപ്പിൽ നമ്മൾ 100 TRX ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് മന്ത് നമ്മുടെ റിവാർഡ് ആയിട്ട് കിട്ടുന്നത് 155 TRX ആണ്. 55% നമുക്ക് തരുന്ന റിവാർഡ്. ഇത് ഏതൊരു പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാലും വളരെയധികം അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് ആണ്. സോ ഈ പറഞ്ഞ BTC ബിറ്റ്സും BTC ഗ്ലോബൽ സ്റ്റിൽ അതിന്റെ ഒക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ള ഒരു മെമ്പറാണ് ഞാൻ. അപ്പൊ ആ ഗ്രൂപ്പുകളിൽ ഞാനും കുറെ ക്യാഷ് ഇട്ടിട്ടുണ്ട്, എന്റെ കുറെ ക്യാഷ് പോയിട്ടുണ്ട്, കുറച്ച് ക്യാഷ് കിട്ടിയിട്ടുണ്ട്. ആ ഗ്രൂപ്പുകളിൽ ഇപ്പോഴും മെസ്സേജ് വരാറുണ്ട് നമ്മുടെ വെബ്സൈറ്റ് ഇന്നെങ്ങാനും പൊങ്ങുമെന്ന് വെച്ചിട്ട്. കാരണം കുറെ ആൾക്കാർ അതിൽ കാശ് ഇട്ടു, ഒരു സുപ്രഭാതത്തിൽ അത് അടച്ചുപൂട്ടി. പിന്നെ ആ വെബ്സൈറ്റ് എന്ന് പൊന്തും ആലോചിച്ചിട്ട് ഇപ്പൊ ആൾക്കാർ 5-6 വർഷത്തിന് മുകളിൽ കാത്തിരുന്നോണ്ടിരിക്കുക. അതേപോലെ ഈ സാധനം ഇന്നല്ലെങ്കിൽ നാളെ അടച്ചു പോയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഒരിക്കലും വാക്കാരാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾക്ക് ഇത് ഫേക്ക് ആണോ എന്ന് വിളിക്കാൻ ഒരു ബുദ്ധിമുട്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കി. ഞങ്ങളുടെ അക്കൗണ്ടിലേക്കൊക്കെ വിഡ്രോയിൽ നടന്നു. ബൂസ്റ്റ് ചെയ്ത ഫോണിൽ നടന്നു, ബൂസ്റ്റ് ചെയ്യാത്ത ഫോണിൽ നടന്നു. അതേപോലെ തന്നെ ഇതെല്ലാം വിഡ്രോ ഞങ്ങൾ ക്യാഷ് ആക്കി എല്ലാം ചെയ്തു. സോ ഞങ്ങൾക്ക് ഇത് ഫേക്ക് എന്ന് പറയാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണുന്നില്ല. പാസ്റ്റിൽ ഇതേപോലത്തെ ക്രിപ്റ്റോ റിലേറ്റഡ് കുറെ സ്കാംസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് സ്കാം അല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. അതേപോലെ നമ്മുടെ ട്രോണിക്സ് ആപ്പ് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് വിഡ്രോയിൽ നടത്താൻ പറ്റും എന്നുള്ള രീതിയിൽ ഇത്തരത്തിൽ കുറെ ഫേക്ക് സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് ആൾക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇവരായിട്ട് ഫോട്ടോ എഴുതി ചേർത്ത കാര്യമാണത്. അതായത് ടു സെൻഡ് ഷിപ്പ് യു മസ്റ്റ് ഹാവ് ആൻ ആക്റ്റീവ് ബൂസ്റ്റ് ഫസ്റ്റ്. ഈ ഒരു സാധനം ആക്ച്വലി ഉള്ളതല്ല, അവർ തന്നെ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ ഇടുന്ന എനിക്കെങ്ങാനും റെഫറൽ വഴി വല്ല ക്യാഷ് കിട്ടിയാലോ എന്ന് പേടിച്ചിട്ട് പല ആൾക്കാരും സ്വയം സെർച്ച് ചെയ്ത് പോയിട്ട് ടെലഗ്രാമിൽ നിന്ന് ട്രോണിക്സ് ആപ്പിന്റെ ഫേക്ക് ആപ്പുകൾ കയറ്റിയിട്ടുണ്ട്. ഫേക്ക് ആപ്പുകളിൽ നിന്ന് നമുക്ക് വിഡ്രോവൽ പോസിബിൾ അല്ല, ഒറിജിനൽ ആപ്പ് തന്നെ വേണം. അപ്പൊ ഇനി ഇതെങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നത് വരാം. ആദ്യം തന്നെ ഞാൻ പറയാം, ഞാൻ ഒരിക്കലും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരാളോടും പറയില്ല. ഒരു കാര്യം ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ ഞാൻ ഓൾറെഡി ഇതിന്റെ കണക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കണക്ക് ചെയ്യുന്ന സമയം നമുക്ക് ഒരു മാസം ബൂസ്റ്റ് ചെയ്യാതെ 1 GHz മൈൻ ചെയ്താൽ ലഭിക്കുന്നത് 15.5 TRX ആണ്. അപ്പൊ നമ്മൾ 2 മാസം ആക്ച്വലി ബൂസ്റ്റ് ചെയ്യാതെ നമ്മൾ ഒരു വട്ടം ഓപ്പൺ ആക്കി നമ്മൾ ക്ലോസ് ചെയ്തു, 2 മാസം കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്തു. അപ്പൊ നമ്മുടെ കയ്യിൽ ഓൾമോസ്റ്റ് 31 TRX ഉണ്ടാവും. നമ്മൾ 31 TRX നമ്മുടെ ബൈനാൻസിക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഏകദേശം 29 TRX കിട്ടും. 29 TRX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുക, ഇപ്പോഴത്തെ മാർക്കറ്റിൽ 10 രൂപയുടെ അടുത്ത് വരെ വരും. അപ്പൊ ഏകദേശം 290 രൂപ. നമുക്ക് ബാക്കി എന്തൊക്കെ ലൈക്ക് നമുക്ക് P2P ചെയ്യുന്ന ഫീസും എല്ലാം കുറഞ്ഞ് 250 രൂപ ഉണ്ടെന്ന് തന്നെ കരുതാം. അങ്ങനെ 250 രൂപ എന്ന് പറഞ്ഞാൽ 2 മാസം കൂടുമ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യാതെ ഒരു മാസം നിങ്ങളുടെ ഫോൺ റീചാർജ് ചെയ്യാനുള്ള ക്യാഷെങ്കിൽ ഇതിൽ നിന്ന് കിട്ടും, 1 രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ. ഇനി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഇനി നിങ്ങൾക്ക് ചെയ്തേ പറ്റുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലാണ് നമ്മൾ ബൂസ്റ്റ് ചെയ്യുക. ആദ്യം നമുക്ക് നമ്മുടെ ബൈനാൻസിൽ TRX കോയിൻ വേണം. TRX കോയിൻ നമുക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്തിട്ട് സ്പോട്ടിൽ നിന്ന് സെർച്ച് ചെയ്യാൻ പറ്റും, TRX. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് TRX കോയിൻ നമ്മുടെ അക്കൗണ്ട് USDT ഉണ്ടെങ്കിൽ നേരെ ബൈ കൊടുത്തിട്ട് എത്ര TRX വേണം. ഇനി ഞാൻ ഒരു 105 TRX ആണ്, ഏകദേശം $12 വരും. $12 എന്ന് പറഞ്ഞ ഏകദേശം 1180 രൂപയുടെ അടുത്ത് വരും. 105 TRX 100 TRX വഴി നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ അത് ആക്ച്വലി ബൈ ചെയ്യാം. ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി നമ്മൾ ബൈ ചെയ്ത TRX കാണും. ആ സ്പോട്ട് വാലറ്റ് TRX എടുത്ത് നമുക്കൊരു ഡെപ്പോസിറ്റ് വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. നമ്മളത് വിഡ്രോയിൽ പ്രസ് ചെയ്യാം. വിഡ്രോയിൽ പ്രസ് ചെയ്ത് സെൻഡ് വിയ ക്രിപ്റ്റോ നെറ്റ്വർക്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അഡ്രസ്സ് കോപ്പികൾ, നെറ്റ്വർക്ക് കോപ്പികൾ, വിഡ്രോ ചെയ്യേണ്ട എമൗണ്ട്, ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം പറഞ്ഞാൽ നമ്മൾ ട്രോണിക്സ് ആപ്പ് എടുക്കാം. ട്രോണിക്സ് ആപ്പ് എടുത്ത് കഴിഞ്ഞാൽ ഇതിൽ ബൂസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ആ ബൂസ്റ്റ് പറഞ്ഞ ഓപ്ഷൻ തൊടുന്ന സമയത്ത് നമ്മൾ എത്രയാണ് ആഡ് ചെയ്യേണ്ടത് ആ ഒരു ഡീറ്റെയിൽസ് ഉണ്ടാവും, മിനിമം TRX എമൗണ്ട്. അപ്പോൾ നമ്മൾ 100 TRX എന്നുള്ളത് നമുക്ക് 105 TRX ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിവിടെ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊരു QR കോഡ് ഉണ്ടാക്കി തരും. നമ്മൾ QR കോഡ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് QR കോഡ്. ഇനി QR കോഡ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അഡ്രസ്സും താഴെ വന്നിട്ടുണ്ട്, ഇത് നമ്മൾ കോപ്പി ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ തൽക്കാലം ഞാൻ നമ്മുടെ QR കോഡ് എടുക്കുകയാണ്. QR കോഡ് എടുത്തിട്ട് നേരെ നമ്മുടെ ബൈനാൻസിൽ പോവാം.
ബൈനാൻസ് പോയ ശേഷം നമുക്കിവിടെ അഡ്രസ്സ് കൊടുക്കാറുണ്ട്. കുറച്ചുകൂടി നമ്മൾ കോപ്പി ചെയ്ത അഡ്രസ്സ് നമുക്കിവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല QR കോഡ് ആണെന്നുണ്ടെങ്കിൽ QR കോഡിൻ്റെ ബട്ടണോട് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത ശേഷം നമ്മുടെ അപ്ലോഡ് QR കോഡിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. അതിനുശേഷം നമ്മുടെ QR കോഡ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ കാര്യങ്ങൾ ഫില്ല് ചെയ്ത് തരും. അതിനുശേഷം നമ്മൾ എത്ര TRX ആണ് അയക്കണമെന്ന് വെച്ചാൽ ഇത് 105 ഞാൻ കുറച്ചുകൂടി കൊടുത്ത എമൗണ്ട്. അതിനുശേഷം വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൺഫേം കൊടുക്കുക. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ വിഡ്രോ പ്രോസസ്സിംഗ് ആണ്. പ്രോസസ്സിംഗ് ആയി കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. കൂടി പോയി 2 or 3 minutes വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആക്ച്വലി നമ്മുടെ പേയ്മെന്റ് സക്സസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പേയ്മെന്റ് ഡീറ്റെയിൽസ് എടുത്ത് കഴിഞ്ഞാൽ 105 സക്സസ് ആയിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യേണ്ട, നമ്മൾ നേരെ നമ്മുടെ ട്രോണിക്സ് ആപ്പ് എടുത്താൽ മതി. അവിടെ ആക്ച്വലി ഓൾറെഡി ബൂസ്റ്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. 1 GHz ഓൾറെഡി ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കയറ്റിയ 10 GHz. ആക്ച്വലി ഇത്ര സിമ്പിൾ ആയിട്ട് തന്നെയാണ് ബൂസ്റ്റിങ്ങും ചെയ്യുക. ഇനി ഇതിന് വിഡ്രോൾ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ഒന്നും കൂടി ആഴ്ച നമ്മൾ ഒരു വട്ടം കൂടി വിഡ്രോൾ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സ്റ്റിൽ ഞാൻ ഒരു വട്ടം കൂടി വാർണിംഗ് തരാം. ഞാൻ എൻ്റെ കുറച്ച് പ്രീവിയസ് എക്സ്പീരിയൻസസ് പറഞ്ഞു. ക്രിപ്റ്റോയിൽ കുറേ അധികം സ്കാമും കാര്യങ്ങളും വരുന്നതാണ്. ഇത് ആക്ച്വലി ഞാൻ നിങ്ങളുടെ വീണ്ടും പറയും, ഇതൊരു മൈനർ അല്ല, ഇതൊരു മാർക്കറ്റിംഗ് ടൂളാണ്. ഇതിന് തൊട്ട് താഴെയുള്ള ഈ കസിനോന്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കിയിട്ടുള്ള ടൂളാണ്. ഫോൺ വഴി നമുക്ക് മൈനിങ് ആക്ച്വലി പോസിബിൾ അല്ല. അപ്പോൾ ഈ ഒരു സാധനം ഇന്നല്ലെങ്കിൽ നാളെ പൂട്ടി പോകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പോകാത്തടത്തോളം കാലം നമുക്ക് ഇതിന് മാക്സിമം കോയിനും കാര്യങ്ങളും മൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ തീരുമാനിച്ച് നിങ്ങളായിട്ട് എടുക്കേണ്ട ഡിസിഷനാണിത്. അപ്പോൾ ഫേക്ക് ആപ്പിൽ കയറുക, നമ്മുടെ ലിങ്കിൽ തന്നെ കയറിയിട്ട് ഒറിജിനൽ TRXൽ കയറുക. ആൾസോ ഒരു മിഷൻസ് ഉണ്ട്, സംഭവം ഉണ്ട്. അവിടെ കുറേ മിഷൻസ് ഉണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഷിപ്പ് കോയിൻസ് ആൾസോ ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീണ്ടും ഞാൻ ഫൈനൽ വാർണിംഗ് ആയിട്ട് തരാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ പൂട്ടിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് ഉറപ്പുള്ള സ്ഥലത്ത് കിട്ടിയാൽ കിട്ടി പോയാൽ എന്നുള്ള സ്കീമിൽ ട്രേഡ് ചെയ്യാൻ, ട്രേഡിംഗ് പറയാൻ പറ്റില്ല, കിട്ടിയാൽ കിട്ടി പോയാൽ എന്നുള്ള സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾ ഇത് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതും ബൂസ്റ്റ് ചെയ്യേണ്ടതും ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതും. ഇനി ബൈനാൻസിൽ എങ്ങനെ ബൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയുമെന്ന് തോന്നുന്നു. ഇനി അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനാൻസിൽ എങ്ങനെ ബൈ ചെയ്യണമെന്നുള്ള കോംപ്രഹെൻസീവ് ആയിട്ടുള്ള വീഡിയോ, ബൈനാൻസിൽ USDT ചെയ്യണം, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ അതെല്ലാം കോമന്റിൽ പറഞ്ഞാൽ മതി. നമ്മൾ അതിന് എല്ലാത്തിനും വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഹാപ്പി ട്രേഡിംഗ്.